എണീപ്പിച്ച് നിന്ന് ചിരിക്കുകയാണ് എൻ്റെ അമ്മ. ഗായ്സ് അങ്ങനെ നമ്മൾ മറ്റേ എവിടെയാണ് രാവിലെ ഗായ്സ് 5 മണിക്ക് എന്നെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ എണീപ്പിച്ച് നിന്ന് ചിരിക്കുകയാണ് എൻ്റെ അമ്മ. ഗായ്സ് ഞാൻ ഒരു സാധനം കാണിച്ചുതരാം. ദേട്ടായിൻ്റെ ഷർട്ട്, ദേട്ടായിൻ്റെ പാൻറ്റ്, ദേട്ടായിൻ്റെ ചെരുപ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഷർട്ട് ഇടണം, പാൻറ്റ് ഇടണം, ചെരുപ്പിടണം കാര്യം അവനറിയില്ല ഗായ്സ്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പം ഇരിക്കണേ. ഈ പാൻറ്റ് പിന്നെ എൻ്റെ ആയി 4 പ്രാവശ്യം ഞാൻ ഇട്ട്, അപ്പം എൻ്റെതല്ലേ, അപ്പം എൻ്റെ ആയി. അപ്പോൾ ഗായ്സ് ഞാൻ ഇപ്പോൾ ഒരു വലിയ വ്ളോഗറായി വരാൻ പോവാണ് ഗായ്സ്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൽ പുതിയ വീഡിയോ ഒക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാനിട്ട അന്നത്തെ ഡാൻസ് വീഡിയോയിൽ ആകെ 7 വർഷമായി, പക്ഷേ 2 വ്യൂസേ ഉള്ളൂ ഗായ്സ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ഗായ്സ് എൻ്റെ അമ്മ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഡ്രസ്സിനുള്ള മാസ്റ്റർ പ്ലാനേ അമ്മേൻ്റെതാണ്. കറുത്ത ഡ്രസ്സ് എടുത്ത് ഉള്ളിൽ വെച്ചോ? കറുത്ത ഡ്രസ്സ് എടുത്ത് പെട്ടിക്കുള്ള വെച്ച് അപ്പോൾ ഗായ്സ് ഞാനും അമ്മയാണ് എങ്ങനെയൊക്കെ ഏട്ടൻ്റെ ഡ്രസ്സ് മുക്കാം, അതിനൊക്കെ ഉദാഹരണം എൻ്റെ അമ്മയാണ് ഗായ്സ്. അവൻ എടുക്കാൻ സമ്മതിച്ചിട്ടെങ്കിലും കഞ്ചി കാല് പിടിച്ചെടുപ്പിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഗായ്സ് ഞാനൊന്ന് പിടഞ്ഞാൽ എൻ്റെ അമ്മ കരയും. ഇല്ലമ്മ, എൻ്റെ അമ്മേനെ മുഖം അപ്പോഴത്തേക്ക് മാറി ഗായ്സ്. ഇല്ലമ്മ, എന്തമ്മ? അപ്പോൾ ഗായ്സ് എൻ്റെ അമ്മേനെ ഞങ്ങൾ പറഞ്ഞുതരാം ഗായ്സ്. പാലക്കാടിൽ അടിക്കണം വെയിലിൽ സൺസ്ക്രീമിന് അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിയിട്ട് അമ്മേനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുപ്പികളൊക്കെ എടുത്തോ? അതിനൊക്കെ ഞാനും പപ്പയും വീട്ടിൽ ഒന്നും എടുക്കൂല, എന്നിട്ട് പുറത്തുനിന്ന് പോയി ഇരുന്ന് തിന്നു. രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് പകുതി നമ്മളേക്ക് വിശക്കും. അവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നോ? പരിപ്പടി, ഉള്ളിവടേ എന്തെങ്കിലുമൊക്കെ. ഇപ്പോഴോ ഗായ്സ്? അപ്പം ബ്രഷൊക്കെ ഇട്ടുണ്ട് കണ്ണിലോ. ഗായ്സ് അപ്പോൾ നമ്മൾ പാലക്കാട് പോവാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് പോവാണ്, നമ്മൾ പോവാണ്, പാലക്കാടേക്ക് പോവാണ്. എന്താ പാലക്കാടേക്ക് പോവാണ്, രാവിലെ എണീച്ച് പോവാണ്, 5:30 തന്നെ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിതാ 46 നിൽക്കുന്ന ഒരു കാപ്പംകൊല്ലി നിൽക്കുന്ന ഒരു മനുഷ്യരും ഇവിടെ ഇല്ല ഗായ്സ്. അപ്പോൾ ഗായ്സ് സ്റ്റെല്ലയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് ബാക്കിൽ എന്തിനുണ്ട് നമുക്ക്? അപ്പോൾ ഗായ്സ് ഞാൻ എൻ്റെ സൂട്ട് കേസ് താഴെ തള്ളിയിട്ട് സാരമില്ല, പോട്ടെ ഗായ്സ്. നമ്മൾ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. വരുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് എണീച്ച് അതിനൊരു 5 മണിക്ക് എണീപ്പിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ. എനിക്ക് ഒരു മുട്ടി ലൈവിലായിട്ടാ ഇങ്ങനെ വരാനേ, വന്നിട്ട് വേണം എനിക്ക് ആ റിയാക്ഷൻ ഒന്ന് നേരിട്ട് കാണാൻ. ഗായ്സ് ഞാൻ എത്തിയിട്ട് മെസ്സേജ് അയക്കാം, പറയാം ഗായ്സ്. രാത്രി നമ്മൾ ലൈവുമായിട്ട് വരും. ഇവരൊരു കൂട്ടായ്മയാണ് ഗായ്സ്, ഈ അമ്മമാരൊരു കൂട്ടായ്മ. അപ്പം നമുക്ക് പോയിട്ട് കുറേ കാണാനൊക്കെ ഉണ്ടാവില്ല. ഇവരെ നാളത്തേക്കുള്ള ഭാവി വാഗ്ദാനങ്ങളാണല്ലോ. അപ്പം ഇവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിരുന്നു അല്ലേ അമ്മേ? പറയൂ, അതേന്ന് പറയൂ. എന്തേലൊക്കെ ഒന്ന് കുലുങ്ങ് നന്നായി. ഇതെൻ്റെ വാച്ചല്ലേ? എൻ്റെ വാച്ചങ്ങനെ അമ്മ എടുത്ത് കെട്ടാം എൻ്റെ അനുവാദമില്ലാതെ? നോക്കുമ്പോൾ ഷർട്ട്, പാൻറ്, ചെരുപ്പ് ഒന്നും അവൻ്റെ അനുവാദം ഇല്ലാണ്ട് കൊണ്ടുവന്നു. ഗൈസ് ഇവനൊരു വൃത്തിയുമില്ല ഗൈസ്. ഒരു ചെരുപ്പ് ഒരു കഴുകാനുള്ള ഒരു മാനേഴ്സ് കഴുകി വെച്ചൂടെ? വേണമെങ്കിൽ ഞാൻ ഇട്ട് സഹായിക്കാം. ഇത് ഏട്ടായി കാണണം, ആ റിയാക്ഷൻ എനിക്ക് കാണണം. ഓ മൈ ഗാഡ്
ഗൈസ് രാവിലെ തന്നെ എണീച്ച് നമ്മളുടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. ബസ് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ബൈബിൾ ഇതിലും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് രാവിലെ ഒന്നും തിന്നാണ്ട് ഇറങ്ങിയിട്ട് എനിക്ക് വിശക്കുണ്ട് ഗൈസ്. എൻ്റെ അമ്മ ഒന്നും വാങ്ങി തന്നില്ല. പോയി വാങ്ങി താമായി. ഇല്ല, അമ്മേൻ്റെ മോൻ ഇട്ടെടുത്തതിൽ അത് ഇരുന്ന് തീർന്നത്. ആ പൊട്ടിക്കാത്ത എന്തിനു നല്ല തിന്ന്. ഗൈസ് എനിക്ക് വാങ്ങി വെച്ചതൊക്കെ അവൻ തിന്നും ഗൈസ്. എനിക്ക് ഭയങ്കര ആനന്ദം അവനെന്ന് വിളിക്കുമ്പോൾ. ഗൈസ് രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് പഠിപ്പിച്ചിട്ടാണ് വന്നത്. ഗൈസ് വണ്ടി എന്തോ വരുന്നുണ്ട്. ഇതങ്ങനെ ക്യാമറ ഇരിക്കുക. ക്യാമറ ഇവിടെ തിരിക്കാനുള്ളത്. ഓ ഗൈസ് തിരിക്കാനുള്ളതൊന്നുമില്ല. കണ്ടോ ബൈ ഗൈസ്. ആ പപ്പയ്ക്ക് ഇപ്പോൾ ഒരു ഉമ്മ കൊടുത്തരാം ഞാൻ.